എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറഞ്ഞു. എന്തെന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ദി സിവിയർ പുറുലൻ്റ് ആയിട്ടുള്ള ഡിസ്ചാർജസ് പെരി ഓർബിറ്റൽ എഡിമ ആണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് കണ്ണിന് താഴെ അല്ലെങ്കിൽ കണ്ണിന് മുകളിലൊക്കെ ആയിട്ടുള്ള വീക്കത്തിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വിൽ ഓൾസോ കോസസ് ദി ഡിസമിനേറ്റഡ് ആയിട്ടുള്ള ഗോണോകോക്കൽ ഇൻഫെക്ഷൻസിന് കാരണമാകാറുണ്ട്. This will leads to this gonococcal bacteria that will leads to the skin lesions, especially hemorrhagic papules and pustules on hands, forearms, and feet and legs. Then about the epidemiology, this is exclusively a human disease, and there being no natural infections in animals. അപ്പോൾ ഇതിൻ്റെ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൺ ആണ്. ആൻഡ് മോഡ് ഓഫ് ഇൻഫെക്ഷൻസ് ദിസ് ഈസ് ഓൾമോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി വെനറിലാണ്. ദെൻ ഒരു നോൺ വെനറിയൽ ഇൻഫെക്ഷൻസ് ദാറ്റ് ഈസ് ഒഫ്താൽമിയ നിയോനാട്രമാണ് നോൺ വെനറിയൽ ഇൻഫെക്ഷനായിട്ട് കണക്കാക്കുന്നത്. ആൻഡ് അബൌട്ട് ദി ലബോറട്ടറി ഡയഗ്നോസിസ്, സ്പെസിമെൻസ് എന്ന് പറയുന്നത് ഇൻ മാൻസിലെ അക്യൂട്ട് ഇൻഫെക്ഷൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ യുറീത്രൽ ഡിസ്ചാർജ് ആക്കാം. ദെൻ രണ്ടാമത്തേതെന്ന് പറയുന്നത് ക്രോണിക് ഇൻഫെക്ഷനാണ്, ദാറ്റ് ഈസ് സെൻട്രിഫ്യൂജ്ഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് യൂറിൻ. ദെൻ ഇൻ കേസ് ഓഫ് വുമൺസ് ദെൻ യുറീത്രൽ ഡിസ്ചാർജ്, ദെൻ സെർവിക്കൽ സ്വാബ്സ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സെക്സിലും എടുക്കാവുന്നതാണ്. ബ്ലഡ്, CSF, സൈനോവിയൽ ഫ്ലൂയിഡ്, ത്രോട്ട് സ്വാബ്, റെക്ടൽ സ്വാബ്സ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഫോർ ദി ഡയഗ്നോസിസ്. ആൻഡ് ദിസ് വി കൻ ട്രാൻസ്പോർട്ട് ദിസ് സ്പെസിമെൻസ് ഇൻ സ്റ്റോർസ് മീഡിയം. നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ട് മീഡിയം ആയിട്ടുള്ള സ്റ്റോർസ് മീഡിയം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഫസ്റ്റ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയാണ്, മീൻസ് ഡയഗ്നോസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് മൈക്രോസ്കോപ്പിയാണ്. ദാറ്റ് ഈസ് ഗ്രാം സ്റ്റെയിനിങ്, that is the smear that is provided presumptive evidence of gonorrhea in men's, and gram negative, that is diplococci found ചെയ്യുകയാണെന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് സെറോളജിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ, പ്രസിപ്പിറ്റേഷൻ, പാസീവ് എഗ്ലൂട്ടിനേഷൻസ്, ദെൻ ഇമ്മ്യൂണോഫ്ലോറസൻസ്, റേഡിയോ ഇമ്മ്യൂണോ എസ്സേ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അബൌട്ട് ദി ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് പെൻസിലിൻ, ടെട്രാസൈക്ലിൻ എഫ് ബീറ്റ, ദെൻ ലാക്ടമേസ് പോസിറ്റീവ് സ്ട്രെയിൻസിനാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ക്യാൻ ഓൾസോ യൂസസ് ദി സെഫാലോസ്പോറിൻസ് ആൻഡ് ഫ്ലൂറോക്യുനോലോൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഓൾസോ സിപ്രോഫ്ലോക്സാസിൻ ഇസ് ഓൾസോ യൂസസ്. So that's all about the Neisseria gonorrhoeae.